ഷഹീർ അലി എഴുതിയ ഉമ്മ പറഞ്ഞ കഥകൾ എന്ന കഥാപുസ്തകം പ്രകാശനം ചെയ്തു. മഹത്തായ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്ന 20 കഥകളാണ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കരുവേലിപ്പടി ടാഗോർ ലൈബ്രറി പ്രസിദ്ധീകരിച്ച പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം കൊച്ചി MLA KJ മാക്സി നിർവഹിച്ചു. ടാഗോർ ലൈബ്രറി പ്രസിദ്ധീകരിക്കുന്ന ഷഹീർ അലി എഴുതിയ ഉമ്മ പറഞ്ഞ കഥകൾ എന്ന പുസ്തകമാണ് കൊച്ചി MLA KJ മാക്സി പ്രകാശനം ചെയ്തത്. തമിഴ്നാട് സയൻസ് ഫോറം പ്രസിഡന്റ് PB ഹംസ പുസ്തകം ഏറ്റുവാങ്ങി. കൊച്ചിയെ പറ്റി പറയുമ്പോൾ കൊച്ചി ഒരു തൊഴിലാളി കേന്ദ്രമായിരുന്നു കൊച്ചി. അതോടൊപ്പം തന്നെ കൊച്ചി കലാകാരന്മാരുടെ ഒരു ഈറ്റില്ലമാണ് കൊച്ചി എന്ന് പറയുന്നത്. പാട്ടുകാരും അഭിനേതാക്കളും ഒക്കെ വലിയൊരുക്കില്ല എല്ലാ ദിവസവും. എന്നാൽ കൊച്ചി ഇപ്പോൾ ഒരു സാംസ്കാരിക കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു. ആ സാംസ്കാരികതയുടെ തെളിവുകളാണ് ഇവിടെ നമ്മളിങ്ങനെ ധാരാളം പുസ്തകങ്ങൾ എഴുതുന്നവർ കൊച്ചിയിലുണ്ടായിരിക്കുന്നത്. ഉമ്മ പറഞ്ഞ കഥകളിൽ നിന്ന് തിരഞ്ഞെടുത്തില്ല. വളരെ മനോഹരമായിരുന്നു. എല്ലാം പെട്ടെന്ന് ഓടിച്ച് വായിക്കാൻ പറ്റും. ഞാൻ 1.5 മണിക്കൂറുകൊണ്ട് എല്ലാവരും വായിച്ചു തീർക്കാൻ പറ്റും. ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഉമ്മമാര് ഈ വാട്സപ്പ് നോക്കിയിരിക്കുന്ന സെൽഫോൺ നോക്കിയിരിക്കുന്ന ഈ കുട്ടികൾക്കൊക്കെ അതിൽ നിന്ന് കുറച്ചു നേരം അവരെ വായിക്കാനും പ്രേരിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇതുപോലുള്ള കഥകൾ പറഞ്ഞു കൊടുക്കുകയോ വേണം. കാരണം ഇതെല്ലാം ഒരു നല്ല നീതി കഥകളും കുട്ടികൾക്ക് അവരെ നേർവഴിയിൽ നടക്കാനുള്ള കുറച്ച് കഥകളാണ്. ചടങ്ങിൽ MV ബെന്നി പുസ്തക പരിചയം നടത്തി. മഹത്തായ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്ന 20 കഥകളാണ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ടാഗോർ സാഹിത്യവേദി പ്രസിഡന്റ് സീന മാധവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഷംസു യാക്കൂബ്, ശ്രീകാന്ത് മട്ടാഞ്ചേരി, CJ ജോൺസൺ, ഹാരിസ് അബു, ഷഹീർ അലി, ടാഗോർ ലൈബ്രറി സെക്രട്ടറി CS ജോസഫ്, സാഹിത്യവേദി സെക്രട്ടറി PP ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. ഷഹീർ അലിയുടെ പുസ്തകം ഉമ്മ പറഞ്ഞ കഥകൾ എന്ന ഈ പുസ്തകം നമുക്ക് വായിക്കാൻ വളരെ എളുപ്പമുള്ളതും എന്നാൽ ഏറെ ഗുണപാഠ കഥകളുള്ള ഒരു പുസ്തകമാണ്. അദ്ദേഹം തന്റെ ആദ്യ പുസ്തകമായ 60ന്റെ നിറവിൽ എന്ന കവിതാ സമാഹരിച്ച് അമ്മത്തൻ മടിത്തട്ട് എന്ന ഒരു കവിതയിൽ അദ്ദേഹം സ്വന്തം അമ്മയെ കുറിച്ചുള്ള ഒരു ആവലാതി അല്ലെങ്കിൽ വേദന ഒളിപ്പിച്ചു വെച്ചിരുന്നതായി എനിക്ക് കാണാൻ കഴിഞ്ഞു. ഈ കഥകൾ ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥകളാണ്. ഈ കഥകളെല്ലാം എൻ്റെ പിള്ളേർക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ ഈ കഥാപുസ്തകം ആക്കാൻ വേണ്ടി ആദ്യം എന്നെ പ്രമോട്ടിനെ ഉത്സാഹിപ്പിച്ചതിന്റെ മകളെ സ്ഥലത്തില്ലാണെന്ന് പറയുന്നത്. ഇപ്പോഴാകാംക്ഷ എന്ത് രാവിലെ വിളിച്ച് ചോദിച്ചാൽ ഇങ്ങനെയാണെന്നുള്ള എൻ്റെ മകള് ആണ് ഈ പുസ്തകത്തിന്റെ പേജിന് ആദ്യമായൊരു രൂപം തന്നിട്ടുണ്ട്. ഇതിൽ പലതും നമ്മൾ പലപ്പോഴായി മുതിർന്നവരായി നമ്മളൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ളതുമാണ്. നമുക്കറിയാം, ഈ അമ്മമാരും അമ്മൂമ്മമാരും മുത്തശ്ശിമാരൊക്കെ അവരുടെ മടിയിൽ കിടത്തി തോളിൽ കിടത്തിയൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒട്ടേറെ കഥകൾ. ആ കഥകളാണ് പലപ്പോഴും നമ്മളെ നല്ല മനുഷ്യരായി ജീവിക്കാനൊക്കെ മൂല്യബോധമുള്ളവരായി വളരുവാനൊക്കെ നമ്മൾ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.